തർക്കങ്ങൾക്കൊടുവിൽ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. DK ശിവകുമാർ പുതിയ മുഖ്യമന്ത്രിയായി ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് സിദ്ധരാമയ്യയുടെ നിലപാട്. എന്നാൽ തനിക്ക് വിശ്വസ്തരായ 15 പേരെ മന്ത്രിയാക്കണമെന്ന് ഉപാധി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര ഉപമുഖ്യമന്ത്രിയാകും. ಜನಗಳ ಪರವಾಗಿ ಮತ್ತು ನಮ್ಮ ಕ್ಷೇತ್ರದ ಜನಗಳ ಪರವಾಗಿ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. രാവിലെ ചേർന്ന പ്രാതൽ യോഗത്തിൽ DK ശിവകുമാറിനെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി. മകനടക്കം വിശ്വസ്തരായ 3 ഉപമുഖ്യമന്ത്രിമാരെ സർക്കാരിൽ നിയമിക്കണം. മന്ത്രിസഭയിൽ 15 വിശ്വസ്തരെ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഹൈക്കമാൻഡിനെ സിദ്ധരാമയ്യ അറിയിച്ചു. DK ശിവകുമാർ ഒഴിയുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വിശ്വസ്തനെ എത്തിക്കാൻ സിദ്ധരാമയ്യ നീക്കം ആരംഭിച്ചു. രാത്രി ദില്ലിയിലെത്തുന്ന സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. റിപ്പോർട്ടർ, ദില്ലി.